ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ കേട്ടോ. ഒരുപാടൊന്നുമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാലോ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഗ്രിഡ് ലൈൻസ് പാറ്റേൺ പേപ്പർ ആട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പേപ്പർ എടുക്കുക. നമ്മളിപ്പോൾ ഒരു A4 ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. ഞാനിപ്പോൾ ആൽക്കഹോളിക് മാർക്കറാണ് എടുത്തിട്ടുള്ളത്. 2 കളർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കേണ്ടത് ആ ഒരു രീതിയിൽ വരയ്ക്കും. ഞാനിപ്പം ഭയങ്കര കട്ടിയായിട്ട് അടിയിൽ വരച്ചിട്ട് മേളിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സും നല്ല ഗ്രിഡ് ലൈൻസ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇതിനു വേണ്ടി നമ്മൾ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സ്ട്രെയിറ്റ് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വരവരായിട്ട് ഇങ്ങനെ നമ്മൾ സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എഴുതി കൊടുക്കുക. ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് മൈ ലവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണം, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ എഴുതി കൊടുക്കുക. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ സ്വയം എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനുള്ളിൽ എഴുതി കൊടുക്കാവുന്നതാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോഡ് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കോഡ് സ്റ്റിക്ക്. നമുക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒട്ടിക്കാം. ദെൻ അടുത്തത് സർക്കിൾ സ്റ്റിക്കേഴ്സ് ആട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പർ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A4 ഷീറ്റിൽ ഇതുപോലെ കുഞ്ഞായിട്ട് ബോക്സ് പോലെ നമുക്ക് കളർ അടിച്ചു കൊടുക്കാനാണ് സ്കെച്ച് പെൻ വെച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ കളർ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് വട്ടത്തിലൊന്ന് കട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് സർക്കിൾ വേണമെന്നില്ല. അതായത് നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. വട്ടത്തിൽ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണം കേട്ടോ. ഇത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് പാറ്റേൺ പേപ്പേഴ്സ് ആട്ടോ. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്കെച്ച് പെൻ എടുക്കുന്നത്. ഞാൻ ആൽക്കഹോളിക്കിൻ്റെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം പാറ്റേൺസ് ഉണ്ടോ അതൊക്കെ നമുക്ക് വരയ്ക്കാനാണ്. അപ്പം ഞാൻ സർക്കിളാണ് വരച്ചിട്ടുള്ളത്. സർക്കിളിൽ ഇതുപോലെ ഇങ്ങനെ കളർ ചെയ്ത് അങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ പാറ്റേൺസ് അറിയാമോ അതൊക്കെ അതിനുള്ളിൽ വരയ്ക്കാനാട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പാറ്റേൺസ് മാത്രം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒരെണ്ണം വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ വരച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് സർക്കിൾ തോട്ട് സ്റ്റിക്കേഴ്സ് ആട്ടോ. അപ്പോൾ ഇതിനുവേണ്ടി ഒരു ജസ്റ്റ് പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം അതിനുള്ളിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു സർക്കിൾ ജസ്റ്റ് പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കളർ എടുക്കുക. ഞാനിപ്പോൾ ലൈറ്റ് കളറിലൊരു ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വേർഡ് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ക്രാഫ്റ്റിലാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇഷ്ടംപോലെ ഉണ്ടാക്കിയെങ്കിൽ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് സ്റ്റിക്കേഴ്സ് ആട്ടോ. നമ്മൾ ഏകദേശം 1-2 വീഡിയോയിൽ നമ്മൾ ഒരുപാട് തവണ നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ടിപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രൗൺ കളറിൽ വെച്ചിട്ട് ജസ്റ്റ് സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു പടം വരച്ച് കൊടുക്കുക. ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല ഇസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിൻട്രസ്റ്റിലൊക്കെ കിട്ടും ഒരുപാട്. അതിനുശേഷം വാഷി ടേപ്പ് ആട്ടോ. ഇപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വാഷി ടേപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നീളനെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് കളർ പേപ്പർ. എന്നിട്ട് ജസ്റ്റ് കളർ അടിക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ഉണ്ടാക്കുക. അതിനുള്ളിൽ നമ്മൾ ഈ ഒരു വാഷി ടേപ്പിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ പേപ്പറില്ലേ, കളർ ചെയ്ത കളർ പേപ്പറാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കളർ പേപ്പർ അധികം എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചു DIY ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അതിനത് ഗം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വാഷി ടേപ്പ് റെഡിയായി. ഇപ്പം